ഹായ് ഓൾ, ഇന്ന് പൊന്നൂസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണത്തിൻ്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് പുതിയതായിട്ട്. അതിലും കുറച്ച് മെറ്റീരിയൽസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതിൽ കാണുന്ന എല്ലാ മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ്ഡ് ഡ്രസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി, വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ചായിട്ടുണ്ടെങ്കിലും വീഡിയോ ഇടാൻ ലേറ്റായി പോയിട്ടുണ്ട്. അപ്പോൾ എങ്കിലും മാക്സിമം നമ്മൾ അർജൻറ്റ് വർക്കൊക്കെ സ്വീകരിക്കണമെന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടൊക്കെ ഫ്രോക്കാണെങ്കിലും അതുപോലെ തന്നെ സ്കേർട്ടാണെങ്കിലും ഒക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും. നല്ലൊരു അടിപൊളി പ്രിൻ്റായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത്, ഈ ഒരു മെറ്റീരിയലിൽ ഒരു ഫ്ലവേഴ്സ് ആകെ സ്പ്രെഡായിട്ട് ഇതിൽ എല്ലാ ഭാഗത്തും ഫ്ലവേഴ്സാണ് വരുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് സ്കേർട്ടും ചുരിദാറും എന്താണോ ചെയ്യണത് അതൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രിൻ്റാണ് ഈ ഒരു മയിൽപ്പീലി വരുന്ന ഈ ഒരു പ്രിൻ്റ്. ഇത് വെച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ്ഡ് ഡ്രസ്സ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫാബ്രിക്സിലുണ്ടെങ്കിൽ ഏതെങ്കിലും ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ബ്ലൗസ് മെറ്റീരിയൽസ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മാക്സിമം വേഗം തന്നെ ഓർഡർ തരാനായിട്ട് ശ്രമിക്കുക. ലാസ്റ്റിൽ വെച്ചിട്ട് ഓർഡർ വന്നിട്ട് നമുക്ക് ഡ്രസ്സ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഓണത്തിൻ്റെ വർക്ക് നമ്മൾ ഒരുപാട് ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അർജൻറ്റായിട്ട് തലേന്നും അതിൻ്റെ തലേന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് നമുക്ക് റെഡി സ്റ്റോക്കുള്ള ഡ്രസ്സ് മാത്രമേ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ മാക്സിമം കുറച്ച് മുന്നേ തന്നെ, ഒരു 10 ദിവസം മുന്നേ തന്നെ നമുക്ക് ഓർഡർ കൺഫേം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ കാണുന്നതൊക്കെ ബ്ലൗസ് മെറ്റീരിയൽസ് ആണ്. ഇത് വെച്ചിട്ടൊക്കെ നമുക്ക് ടിഷ്യൂ സ്കേർട്ടും ചെയ്തിട്ട് അതിലേക്ക് പ്ലെയിനായിട്ടും അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് പ്രിൻറ്റസിൽ വരുന്ന ബ്ലൗസുകളുണ്ട്. പുതിയതായിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽസാണ്. അപ്പോൾ ഇതാ ഈ ഒരു ചെക്കൊക്കെ വരുന്ന സിൽക്കിലാണ്. അതുപോലെ എല്ലാ മെറ്റീരിയലും ഇപ്പോൾ ചെക്കിലാണ് കളിക്കുന്നത്. അപ്പോൾ ചെക്ക് ഒരുപാട് കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത്. ഈ ഒരു ഞാൻ കാണിച്ചിട്ടുള്ള ഈ ഒരു ചെക്ക് ടിഷ്യൂ സിൽക്ക് മെറ്റീരിയലിലാണ് വരുന്നത്. പിന്നെ ഇതൊക്കെ ബ്ലൗസിൻ്റെ മെറ്റീരിയൽസാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിതിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും മെറ്റീരിയൽസ് വെച്ചിട്ട് ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്നെ DM ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. വീഡിയോയുടെ താഴെ നമ്മളോട് കമൻ്റ് ഇട്ടിട്ട് ചോദിക്കുന്നവരുണ്ട്. അതുപോലെ ഒരുപാട് പേര് വാട്സപ്പിൽ ഡൗട്ട് ചോദിക്കുന്നവരുണ്ട്. ഒരുപാട് പേർക്ക് സ്റ്റിച്ചിങ് ചാർജ് എത്ര വാങ്ങിക്കുക അറിയാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ചിങ് ചാർജിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു മയിൽപ്പീലി പ്രിൻ്റ് നമ്മളെ അടുത്ത് കുറച്ചും കൂടെ മെറ്റീരിയൽസ് സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ ആർക്കെങ്കിലും കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ DM ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു മെറ്റീരിയലും നമ്മളെ അടുത്തുള്ള അവൈലബിൾ സ്റ്റോക്കാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സ്കേർട്ടാണെങ്കിലും അതുപോലെ ചുരിദാറാണെങ്കിലും ഒക്കെ ഈ ഒരു ഓണത്തിന് ചെയ്യാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനിയും കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ ഏതൊക്കെ ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് അത് ഒക്കെ കമൻറ്റ് ചെയ്താൽ നമ്മൾ അതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ്. ഒരു ഫ്ലവർ വരുന്ന മെറ്റീരിയൽക്ക് ആ ഒരു ഫ്ലവേഴ്സിൻ്റെ കളർ വെച്ചിട്ടുള്ള ബ്ലൗസ് ഡിസൈനിങ് 2 ടൈപ്പാണുള്ളത്. ഈ ഒരു പീക്കോ ഗ്രീനും അതുപോലെ തന്നെ ഈ ഒരു വൈൻ കളർ വരുന്ന ആ ഒരു 2 ഫ്ലവേഴ്സിൻ്റെ കളർ വെച്ചിട്ടുള്ളതാണ് ഈ ബ്ലൗസ്. ചെറിയൊരു കളർ ചേഞ്ച് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, പക്ഷേ ഡയറക്റ്റ് കാണാൻ ആ ഒരു പ്രിൻറ്റിൻ്റെ കറക്റ്റ് കളറാണ് വരുന്നത്. ആർക്കെങ്കിലും വേണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനിയും മുന്നോട്ട് സപ്പോർട്ട് ചെയ്യണം.